രജനി, നിന്നെ കൊന്നവന്റെ കഥ ഞാൻ കഴിച്ചു. നിനക്ക് വേണ്ടി അവന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും. Good morning, Mr. Vinod. Good morning. Take a seat. It's all right. Mr. Vinod, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നെ കൊണ്ടോ? അതെ, രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, കൊലയാളിയെക്കുറിച്ച് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ? അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല. സംഭവം നടന്ന ദിവസം രാജനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടതായി പലരും പറഞ്ഞു. ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന ആളല്ലേ, ചിലപ്പം കണ്ടിരിക്കാം. അപ്പോൾ രാജനെ ഓർമ്മിപ്പിക്കത്തക്ക ബന്ധം പോലും നിങ്ങൾക്കില്ല അല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഓ, അത് ശരി. എനിക്ക് ലേറ്റർ കളഞ്ഞു കിട്ടിയതാണ്. മഴ നനഞ്ഞു കിടന്നതുകൊണ്ട് കത്തുന്നില്ല. എന്താ ചിരിക്കുന്നത്? കാട്ടാനയെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടലി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹരി തെറ്റിയാൽ ചിലപ്പോൾ ആനയും വീഴും. ഓക്കെ ഓക്കെ. ഞാൻ വിലാസിനെ കാണാനാണ് വന്നത്. എനിക്കെന്റെ സഹോദരി പോയി, വിലാസിനിക്ക് സഹോദരനും. നമ്മൾ തുല്യ ദുഃഖിതരാണ്. എങ്കിലും ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് വിലാസിനെ ആശ്വസിപ്പിക്കേണ്ട എന്റെ കടമയാണെന്ന് തോന്നി. ആശ്വാസവാക്കുകൾ കേൾക്കും തോറും എന്റെ മനസ്സാളി കത്തുകയാണ്. രജനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെയും അവസ്ഥ അത് തന്നെയാണ്. അവൾ പോയതിനു ശേഷം എന്റെ മനസ്സിലാകെയുള്ളത് അവളുടെ കൂട്ടുകാരിയായ വിലാസിനി മാത്രമാണ്. ഇനി വിലാസിനിയുടെ ദുഃഖം എന്റെയും ദുഃഖമാണ്. എന്റെ രാജേട്ടനെ പോലെ നിഷ്കളങ്കനായി ഈ ലോകത്താരും ഉണ്ടാവില്ല. എന്റെ ചേട്ടനെ പോലെ ഒരാളെ കൊല്ലാൻ ചെകുത്താന് പോലും മനസ്സ് വരില്ല. മനുഷ്യനെ ചെകുത്താനാക്കുന്ന ലോകമാണിത്. രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം. പിന്നെ വിലാസിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ എന്നും വിലാസിനെ കാണാൻ വരും. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. വേണ്ടെന്ന് വിലാസിനി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സത്യമാണ്. യെസ്, മേജർ ചന്ദ്രശേഖരൻ സ്പീക്കിംഗ്. വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ കുട്ടപ്പ. ഇന്ന് വൈകുന്നേരം ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യണം. ആഹാര സാധനങ്ങൾക്കൊന്നും ഒരു കുറവും വരരുത്. വീടും പരിസരവും വളരെ നീറ്റായിരിക്കണം. ഇതെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കാൻ എനിക്ക് ടൈം കാണില്ല. യു അണ്ടർസ്റ്റാൻഡ്? കുട്ടപ്പഞ്ചേട്ടാ, നമുക്കെല്ലാം ഒരുക്കണ്ടേ? അയ്യോ, എന്തൊരുക്കാനുണ്ട? നിന്റെ അമ്മായിമ്മയുടെ 16 അടിയന്തരത്തിന് ഒരുക്കാനും.
നല്ല മാണിക്യം പോലത്തെ ഒരു കുഞ്ഞ് മരിച്ചിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് അയാളുടെ ഒരു ഡിന്നറും ലഞ്ചും. എന്റെ ഈശ്വര, ഇയാളുടെ ഈ പട്ടാളക്കളി എവിടെ ചെന്ന് അവസാനിക്കാവും? സോ സോറി മോളെ, കൈ വിട്ടുപോയി, പേടിച്ചു പോയേ. നമുക്ക് പോകാമേ, മതി.